have jealousy or envy, we are gifted with some innate qualities. Here we are discussing such a topic, The Blue Umbrella by Ruskin Bond. Ruskin Bondinte The Blue Umbrella എന്ന ഷോർട്ട് സ്റ്റോറിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. Even though we may have jealousy or envy, we are gifted with some innate qualities. Here we are discussing such a topic, The Blue Umbrella by Ruskin Bond. റസ്കിൻ ബോണ്ടിൻ്റെ ദ ബ്ലൂ അംബ്രല്ല എന്ന കൃതിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ നോവൽ റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട് ഇൻ 1980. 1980 പ്രശസ്ത എഴുത്തുകാരൻ റസ്കിൻ ബോണ്ട് എഴുതിയ ഒരു നോവലാണ്. ആൻഡ് ഇറ്റ് വാസ് അഡാപ്റ്റഡ് ഇൻ ടു എ ഹിന്ദി ഫിലിം ഇൻ 2005 ബൈ ദ സെയിം നെയിം, ഡയറക്റ്റഡ് ബൈ വിശാൽ ഭരദ്വാജ്, വിച്ച് വൺ ദ നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിം. 2005 ഇതൊരു ഹിന്ദി ഫിലിമായിട്ട് റിലീസായി വന്നു. ഇത് ഏറ്റവും നല്ല കുട്ടികളുടെ ചിത്രത്തിനുള്ള അവാർഡായ 2005 നേടിയെടുത്തു. ആൻഡ് ഇറ്റ് വാസ് അഡാപ്റ്റഡ് ഇൻ ടു എ കോമിക് ബൈ അമർ ചിത്രകഥ ഇൻ 2012 ബൈ ദി ടൈറ്റിൽ ദ ബ്ലൂ അംബ്രല്ല സ്റ്റോറീസ് ബൈ റസ്കിൻ ബോണ്ട്. 2012 ഇതൊരു കോമിക് സീരീസായി അമർ ചിത്രകഥ പബ്ലിഷ് ചെയ്യുന്നു. അതും ദ ബ്ലൂ അംബ്രല്ല സ്റ്റോറീസ് ബൈ റസ്കിൻ ബോണ്ട് എന്ന ടൈറ്റിലാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ റസ്കിൻ ബോണ്ട്സ് കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ചിൽഡ്രൻസ് ഓംനിബസ്. റസ്കിൻ ബോണ്ടിൻ്റെ ചിൽഡ്രൻസ് ഓംനിബസ് എന്ന ഷോർട്ട് സ്റ്റോറി കളക്ഷനിലാണ് ഇത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി കഥയിലേക്ക് നമുക്ക് പോവാം. ദർ വാസ് എ ഗേൾ നെയ്മഡ് ബിന്യ ഇൻ ദ വില്ലേജ് ഗത്വാൾ. ഗത്വാൾ എന്ന ഗ്രാമമാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത്. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ പേര് ബിന്യ എന്നാണ്. ആൻഡ് ഹർ ഫാദർ ഡൈഡ് ആൻഡ് ഷീ വാസ് ലിവിങ് വിത്ത് ഹർ വിഡോഡ് മദർ ആൻഡ് ഹർ എൽഡർ ബ്രദർ ബിജു. അവളുടെ അച്ഛൻ മരിച്ചുപോയി. അമ്മയും അതേപോലെ തന്നെ മൂത്ത സഹോദരനുമാണ്. സഹോദരൻ്റെ പേര് ബിജു. അവരൊരുമിച്ചാണ് താമസിക്കുന്നത്. And there was a shop of Ram Bharosa in the village with Coca-Cola with no ice, tea, curd or sweets. ആ ഗ്രാമത്തിൽ റാം ബറോസ എന്ന വ്യക്തിയുടെ ഒരു ഷോപ്പുണ്ട്. അവിടെ വിൽക്കുന്നത് കൊക്കക്കോളയാണ്. പക്ഷേ ഐസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ചായയോ സ്നാക്സ്, അതേപോലത്തെ കേർഡ്, സ്വീറ്റ്സ്, അതൊന്നും ഇല്ലാത്ത വെറും കൊക്കക്കോള മാത്രം വിൽക്കുന്ന ഒരു ഷോപ്പ്. റാം ബറോസ എന്നാണ് അയാളുടെ പേര്. And one day, Binya was gifted with a blue umbrella by some foreigners. ഒരു ദിവസം നമ്മുടെ ബിന്യ ആ ഗ്രാമത്തിലെ പെൺകുട്ടിയാണ്. അവൾക്ക് ഒരു ബ്ലൂ അംബ്രല്ല കിട്ടുന്നു. അത് കൊടുത്തത് ചില ഫോറിനേഴ്സാണ്. അവർ ഇവൾക്ക് ഒരു ബ്ലൂ അംബ്രല്ല കൊടുക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഹർ ലെപ്പേർഡ് ക്ലോ പെൻഡൻറ്റ്. അവളുടെ ഒരു ലോക്കറ്റാണ്, അതായത് പുലിനഖത്തിൻ്റെ ലോക്കറ്റാണ്. ആ ലോക്കറ്റ് കൊടുക്കുമ്പോൾ അവൾക്ക് ഈ ഫോറിനേഴ്സ് തിരിച്ചു കൊടുക്കുന്നതാണ് ഒരു ബ്ലൂ അംബ്രല്ല. അവൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ്, പകരമായിട്ട് കൊടുക്കുന്നു. ആൻഡ് റാം ബറൂസ ബിക്കം ജെലസ് ഓഫ് ഇറ്റ് ആൻഡ് ഹി ട്രൈസ് ടു ടേക്ക് ഇറ്റ് ഫ്രം ഹർ ബൈ സെയിങ് ദാറ്റ് ഇറ്റ് ഈസ് എ ഫാൻസി അംബ്രല്ല വിച്ച് സ്മോൾ ഗേൾസ് ഷുഡ് നോട്ട് ഹാവ്, ബട്ട് ഷീ റെഫ്യൂസസ് ടു ഗിവ് ഇറ്റ്. ഈ ഒരു അംബ്രല്ല ബ്ലൂ നിറത്തിലുള്ള ഒരു ചെറിയ കുട കണ്ട ഉടനെ റാം ബറൂസയ്ക്ക് അതെങ്ങനെങ്കിലും അടിച്ചു മാറ്റണം എന്നുള്ള അസൂയ ഉണ്ടാകും. എങ്ങനെയെങ്കിലും അത് കിട്ടിയേ തീരുള്ളൂ. അങ്ങനെ ആഗ്രഹിക്കുന്ന അയാൾ ഈ പെൺകുട്ടിയോട്, ബിന്യയോട് പറയുന്നു, ഇത് ഫാൻസി ടൈപ്പാണ്, ഇത് ചെറിയ കുട്ടികളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഇത് അങ്ങനത്തെയുള്ള അംബ്രല്ലയാണ്, നീ ഇത് ഉപയോഗിക്കാൻ പാടില്ല, ചെറിയ കുട്ടിയല്ലേ, ചെറിയ കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ബിന്യ ഇത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല, ഈ ബ്ലൂ അംബ്രല്ല കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ആൻഡ് റാം ബറൂസ അപ്പോയിൻറ്റ്സ് രാജാ റാം, എ ബോയ് ഫ്രം ദ നെക്സ്റ്റ് വില്ലേജ്, ടു വർക്ക് അറ്റ് ദി ഷോപ്പ്. ഈ സമയത്താണ് നമ്മുടെ റാം ബറൂസ രാജാറാം എന്ന ഒരു കുട്ടിയെ ജോലിക്ക് നിർത്തുന്നു. ആ കുട്ടി അടുത്ത വില്ലേജിലുള്ള കുട്ടിയാണ്, ഒരു ചെക്കൻ. ആ ചെക്കനെ തൻ്റെ ഷോപ്പിൽ ജോലിക്കാക്കിയിട്ട് നിർത്തുന്നു. ആൻഡ് ഹീ ട്രൈസ് ടു സ്റ്റീൽ ദ അംബ്രല്ല ബട്ട് ഫെയിൽസ് ആൻഡ് ഇസ് കോട്ട്. ഇവനും, അതായത് ഈ രാജാറാമിനും, ഈ അംബ്രല്ല കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും അത് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. അവനെ ഓൾറെഡി അറിയാം, അവൻ്റെ മുതലാളിയായ റാം ബറൂസയ്ക്ക് ഈ കൊടയിലൊരു കണ്ണുണ്ടെന്നറിയാം. അങ്ങനെ ഇവൻ ഈ കൊട അടിച്ചു മാറ്റാൻ നോക്കുന്നു. പക്ഷേ അവനെ എല്ലാവരും പിടിക്കുന്നു. അവൻ പരാജയപ്പെട്ട് അവനെ എല്ലാവരും പിടികൂടുന്നു. ഈ സമയത്ത് അവൻ പറയുന്നത് അവൻ്റെ മുതലാളിയായ റാം ബറൂസ പറഞ്ഞിട്ടാണ് ഇത് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഇവൻ ഈ യഥാർത്ഥത്തിൽ
രാജാറാം അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇത് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത്. പക്ഷേ തൻ്റെ മുതലാളിയുടെ താല്പര്യം മനസ്സിലാക്കി അയാൾക്ക് ആ കൊടയുടെ മുകളിൽ ഒരു കണ്ണുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അയാളുടെ പേര് പറയുന്നു അവിടെ. He causes the shop to be boycotted and loses Rambarusa's name. ഈ ഷോപ്പ് ആ ഒരു റാംബറൂസയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ഷോപ്പ് ഇവൻ മറ്റ് പലരെ കൊണ്ടും അടിച്ചു മാറ്റുന്ന രീതിയിലേക്കാണ്. അതായത് ആ ഷോപ്പിൽ നിന്ന് ഇയാൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഈ റാംബറൂസയുടെ പേര് തന്നെ മോശമാക്കുന്നത്. അതായത് റാംബറൂസ നേരത്തെ പറഞ്ഞത് റാംബറൂസ പറഞ്ഞിട്ടാണ് ഈ കൊട അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ ആളുകൾ ഈ ഒരു ഷോപ്പിന് ഈ റാംബറൂസയുടെ ഷോപ്പിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അയാളുടെ പേര് അവിടെ ചീത്തയാകുന്നു. ആൻഡ് റാംബറൂസ ഫെൽറ്റ് സോറി ആൻഡ് ബിക്കേം റിമോഴ്സ്ഫുൾ ഓഫ് ഹിസ് ആക്ഷൻസ്. ഈ സമയത്ത് റാംബറൂസയ്ക്ക് കുറ്റബോധം തോന്നുന്നു. കാരണം തൻ്റെ പ്രവൃത്തികൾ കാരണമാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചത്. അതോടൊപ്പം തന്നെ തൻ്റെ പ്രവൃത്തികളിൽ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നുന്നു. കാരണം ഈ ചെറിയ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുട കിട്ടിയിട്ട് അത് അടിച്ചു മാറ്റാൻ ശ്രമിച്ച താൻ വളരെ ഒരു നീചനാണ്. അതുമാത്രമല്ല അങ്ങനെ ശ്രമിച്ചതുകൊണ്ടാണ് തൻ്റെ പേര് ഇവിടെ മോശമായത്. അതുകൊണ്ട് തൻ്റെ പ്രവൃത്തി മോശമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. And Binya realizes that it is her blue umbrella that causes the sufferings to Rambarusa. ഈ സമയത്ത് ബിന്നിക്കറിയില്ല ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നതൊക്കെ അവളുടെ കുടയുടെ പേരിലാണ് എന്നുള്ള കാര്യം ബിന്നിക്കറിയില്ല. പക്ഷെ പിന്നീട് ഈ ബിന്നി മനസ്സിലാക്കുന്നു, അതായത് എൻ്റെ കുടയുടെ പേരിലാണ് ഈ റാംബറൂസയ്ക്ക് അയാളുടെ ഷോപ്പ് നഷ്ടമായതും. അയാളുടെ നല്ല മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യൻ മീൻസ് അത്യാവശ്യം ആ ഗ്രാമത്തിൽ ആർക്കും ദോഷമില്ലാത്ത മനുഷ്യനായിരുന്നു. അയാളുടെ പേര് ചീത്തയാക്കിയത് തൻ്റെ ഈ കൊടയോടുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് എന്ന് ബിന്നി മനസ്സിലാക്കുന്നു. ആൻഡ് ഷീ ഗിവ്സ് ഹെർ അംബ്രല്ല ടു ഹിം ആൻഡ് ഹീ ഇൻ റിട്ടേൺ ഗിവ്സ് ഹെർ എ ബിയർ ക്ലോ പെൻഡൻറ്റ്. അങ്ങനെ തൻ്റെ കുട കാരണമാണ് ഇങ്ങനെ റാംബറൂസയ്ക്ക് ഇങ്ങനെ നഷ്ടങ്ങൾ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്ന ബിന്യ അവളുടെ കുട അദ്ദേഹത്തിന് കൊടുക്കാൻ തയ്യാറാവുന്നു. ബ്ലൂ അംബ്രല്ല, ആ ബ്ലൂ നിറത്തിലുള്ള കുട അയാൾക്ക് കൊടുക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം അതിനു പകരം അവൾക്ക് ബെയർ ക്ലോ പെൻഡൻ്റാണ് കൊടുക്കുന്നത്. കരടി നഖമുള്ള ഒരു ലോക്കറ്റ് കൊടുക്കുന്നു. അപ്പം നേരത്തെ അവളുടെ കയ്യിലുള്ള പുലിനഖത്തിൻ്റെ ലോക്കറ്റ് ഫോറിനേഴ്സിന് കൊടുത്തിട്ടാണ് അവൾക്ക് ഈ ഒരു അംബ്രല കിട്ടുന്നത്. ഇവിടെ നമ്മുടെ റാംബറൂസയ്ക്ക് കുട കൊടുക്കുന്നതിന് പകരമായിട്ട് അവൾക്ക് കിട്ടുന്നത് ബെയർ ക്ലോ പെൻഡൻ്റ് ആണ്. ആൻഡ് ദ സ്റ്റോറി എൻഡ്സ് ഹാപ്പിലി ദാറ്റ് റാംബറൂസ മെയ്ഡ് ദ അംബ്രല ദാറ്റ് എനിവൺ ക്യാൻ ബോറോ ആൻഡ് റിട്ടേൺ ഇറ്റ്. ഈ സമയത്ത് ഈ റാംബറൂസയുടെ അസൂയയും കുശുമ്പൊക്കെ ഇല്ലാതാകുന്നു. അദ്ദേഹം ആ കുട അവിടെ വാങ്ങി വെച്ചിട്ട് അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, അതായത് അത്യാവശ്യക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്കുള്ള ഒന്നാക്കി മാറ്റുന്നു. അതായത് ഇപ്പം പെട്ടെന്ന് ആർക്കെങ്കിലും ഷോപ്പിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ പട്ടണത്തിലേക്ക് ടൗണിലേക്കൊക്കെ പോവുകയാണ്, അപ്പോൾ വെയിലത്ത് അല്ലെങ്കിൽ മഴയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുടയാക്കിയിട്ട് അതിനെ മാറ്റുന്നു. ആൻഡ് ദസ് എനിവൺ ക്യാൻ യൂസ് ഇറ്റ് ഫോർ ദെയർ ഡെയിലി പർപ്പസ്. അങ്ങനെ ആ കുട ആർക്ക് വേണമെങ്കിലും അവരുടെ ഡെയിലി പർപ്പസിന് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുന്നു. അങ്ങനെ ഒരു സമാധാനപരമായ ഒരു ഹാപ്പി എൻഡിങ്ങാണ് ആ കുട കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാകുന്ന രീതിയിലേക്ക് എത്തുന്ന ആ ഒരു മെസ്സേജോട് കൂടിയാണ് ആ ഒരു നോവല് അവസാനിക്കുന്നത്. ആൻഡ് ഹിയർ വി ക്യാൻ സീ സം തീംസ്. ഒന്ന് ജലസിയാണ്, ദെൻ എൻവി, പിന്നീട് ഫോർഗീവ്നെസ് ആൻഡ് ദി ഇന്നേറ്റ് ഗുഡ്നെസ് ഓഫ് ഹ്യൂമാനിറ്റി. അസൂയ കാണാം, കുശുമ്പും അസൂയൊക്കെ കാണാം. അതോടൊപ്പം തന്നെ ഫോർഗീവ്നെസ്, നമ്മുടെ ബിന്യ അദ്ദേഹത്തോട് ക്ഷമിക്കുന്നു, അതായത് റാംബറൂസയോട് ക്ഷമിക്കുന്നു. പിന്നീട് റാംബറൂസ നമ്മുടെ ആ കുട്ടി, ആ ബോയ് രാജാറാം, അവനോട് ക്ഷമിക്കുന്നു. കാരണം അവൻ കള്ളത്തരം പറയുകയാണ്. തൻ്റെ മുതലാളിയാണ് പറഞ്ഞു വിട്ടത്, ഈ കുട മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മുതലാളിയായ റാംബറൂസയാണ് പറഞ്ഞു വിട്ടതെന്ന് കള്ളത്തരം പറയുന്നു. അവനോട് അദ്ദേഹം ക്ഷമിക്കുന്നു. കാരണം തൻ്റെ കുറ്റങ്ങൾ കാരണമാണ് തനിക്കിങ്ങനെ ഒരു ഗതി വന്നത് എന്ന് റാംബറൂസ തിരിച്ചറിയുന്നു. അതായത് ഇന്നേറ്റ് ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ കൈൻഡ്നെസ്, സ്വയം മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം, മനുഷ്യൻ്റെ തെറ്റുകൾ സ്വയം തിരിച്ചറിയുന്ന ആ ഒരു മെസ്സേജൊക്കെ നമുക്ക് ആ തിരിച്ചറിഞ്ഞ കുറ്റങ്ങൾ ഏറ്റുപറയാനുള്ള അത് അദ്ദേഹം നമ്മുടെ റാംബറൂസ ബിന്നയോട് സ്നേഹത്തോട് പെരുമാറുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു ക്വാളിറ്റീസ് കാണാൻ സാധിക്കും. ഇവിടെ ഇത് FIUGP ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന പേപ്പറിലാണ് മൈനർ 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
FIUGP മൈനർ 1 ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സെക്കൻഡ് സെമ്മിലെ പേപ്പറാണ്. ഇതിൽ ഉൾപ്പെട്ട ഒരു ചാപ്റ്ററാണ് ദ ബ്ലൂ അംബ്രല്ല ബൈ റസ്കിൻ ബോണ്ട്. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലൂ അംബ്രല്ല അല്ലെങ്കിൽ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ബിനിയ, പിന്നീട് ദ തീം ഓഫ് innate human quality അല്ലെങ്കിൽ innate human kindness is explained in the blue umbrella explain എന്നൊക്കെ ചോദിക്കാം. These are the important points. Hope it is useful to you. Thank you.